നമസ്കാരം. ഹിന്ദുമത വിശ്വാസപ്രകാരം പൂജയുടെ ഭാഗമായി ദേവവിഗ്രഹത്തെ പലവിധത്തിലുള്ള വിശുദ്ധ വസ്തുക്കളാൽ സ്നാനം ചെയ്യിക്കുന്ന ചടങ്ങാണ് അഭിഷേകം. എന്നാൽ അഭിഷേകത്തിന് തിളച്ച ചൂടുവെള്ളം ഉപയോഗിക്കുന്ന ഒരു അപൂർവ ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு പെരിയനായികി അമ്മൻ സമേത പൊന്മലൈനാഥർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുവണ്ണാമല ജില്ലയിൽ പോളൂർ സേത്തുപേട്ട വഴിയിൽ ദേവികാപുരം എന്ന സ്ഥലത്ത് പൊന്മല, കനകഗിരി എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു ചെറിയ മലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ, പൊന്മലൈനാഥർ, കനകഗിരീശ്വരർ എന്നീ നാമങ്ങളിൽ അനുഗ്രഹം ചൊരിയുന്നു. ഈ ക്ഷേത്രത്തിൽ ശ്രീപാർവതിക്ക് സന്നിധിയില്ല. മലയാടി വാരത്തിലാണ് 7 നില രാജഗോപുരത്തോടെയുള്ള പെരിയനായികി അമ്മൻ തിരുക്കോവിൽ. പണ്ടൊരു യുഗത്തിന്റെ അന്ത്യത്തിൽ ഒരു പ്രളയത്തിൽ പലയിടങ്ങളും മുങ്ങിയപ്പോൾ ഈ മല സ്വർണം പോലെ പ്രകാശിച്ചു നിന്നതിനാൽ പൊന്മല, കനകഗിരി എന്നെല്ലാം നാമം ലഭിച്ചു. ഈ ക്ഷേത്രത്തിലെ മുരുകനെ പറ്റി അരുണഗിരിനാഥർ തന്റെ തിരുപ്പുകളിൽ പാടിയിട്ടുണ്ട്. രാജാവ് കൃഷ്ണദേവരായരുടെ ജന്മസ്ഥലം കൂടെയാണ് ദേവികാപുരം. തൊണ്ടൈ മണ്ഡലത്തിന്റെ ഒരു ഭാഗവും നിശബ്ദമായ ഗ്രാമവുമാണ് ദേവികാപുരം. സുമാർ 5 ഏക്കർ വിസ്തൃതിയുള്ള കനകഗിരി മലയിലേക്ക് കയറുവാൻ 365 പടികളുണ്ട്. 365 പടികൾ 365 ദിനങ്ങളെ കുറിക്കുന്നു. ഓരോ ദിനവും മംഗളകരമായിരിക്കുവാൻ പ്രാർത്ഥനയോടെ ഭക്തർ ഭഗവാന്റെ സമക്ഷത്തേക്ക് പടികളേറി വരുന്നു. ഏകദേശം 3.5 കിലോമീറ്റർ ദൂരത്തിൽ ഈ മലയെ ചുറ്റിയുള്ള പൗർണമി ഗിരിവലം വിവാഹ സന്താന തടസ്സങ്ങൾ മാറ്റും എന്നതാണ് പരക്കെയുള്ള വിശ്വാസം. മറ്റെങ്ങും ഇല്ലാത്ത വിധം ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിൽ 2 ശിവലിംഗങ്ങളാണ് ഉള്ളത്. വേറൊരു പ്രത്യേകത, മൂലവർ പൊന്മലൈനാഥർക്ക് തിളയ്ക്കുന്ന രീതിയിലുള്ള ചൂടുവെള്ളം കൊണ്ടാണ് അഭിഷേകം ചെയ്യുന്നത് എന്നതാണ്. ഇതിന് പിന്നിലുള്ള കാരണങ്ങളും ഐതിഹ്യങ്ങളും ഇങ്ങനെയാണ്. പണ്ടൊരു കാലത്ത് ഇരുളൻ എന്ന ആദിവാസി ഗോത്ര യുവാവ് ഏതോ വേര് തിരിയുന്നതിനായി വനത്തിൽ കോടാലി കൊണ്ട് വെട്ടുമ്പോൾ യാദൃച്ഛികമായി പണിയായുധം എന്തിലോ തട്ടി രക്തം ചീറ്റിത്തെറിച്ചു. പരിഭ്രമത്താൽ ബോധം നഷ്ടപ്പെട്ട ആ യുവാവിന്റെ സ്വപ്നത്തിൽ താൻ ഇവിടെയുണ്ടെന്ന് ഭഗവാൻ ശ്രീ പരമേശ്വരൻ അരുൾ കൊടുത്തു. മോഹാലസ്യത്തിൽ നിന്നുണർന്ന ഇരുളൻ ശിവലിംഗം കണ്ടെടുത്തു. ശിവലിംഗത്തിൽ നിന്നും വരുന്ന രക്തം നിർത്താനായി പല ഉപായങ്ങളും പയറ്റി. ഒടുവിൽ ചൂടുവെള്ളം കൊണ്ട് അഭിഷേകം നടത്തി നോക്കി. കുറെ ദിവസം അങ്ങനെ ചെയ്തപ്പോൾ മുറിവുണങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഗോത്രക്കാർ മലയിൽ വെച്ച് പൂജിച്ചു കൊണ്ടിരുന്ന ശിവലിംഗം പടയോടൊപ്പം ശത്രുക്കളോട് പോരിന് പോകുകയായിരുന്ന ഒരു രാജാവ് കാണുകയും പോരിൽ ജയിച്ചു വന്നാൽ ഭഗവാന് കോവിൽ നിർമ്മിക്കാമെന്ന് പ്രാർത്ഥിച്ചു പോവുകയും ചെയ്തു. പിന്നീട് രാജാവ് ആ സ്വയംഭൂ ശിവലിംഗത്തിന് ക്ഷേത്രം നിർമ്മിച്ചു എന്നും ആദിശങ്കരാചാര്യർ കാശിയിൽ നിന്നും കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണ് കരുവറയിലുള്ള വേറെ ശിവലിംഗം എന്നുമാണ് പറയുന്നത്. എന്നാൽ വേറൊരു കഥയിൽ പറയുന്നത്, പടയോടൊപ്പം യുദ്ധം ജയിച്ചു വന്ന രാജാവ് ക്ഷേത്രം നിർമ്മിക്കാമെന്ന പ്രാർത്ഥന മറന്നെന്നും പിന്നീട് ഓർമ്മ വന്നപ്പോൾ ഇരുളനെയും സ്വയംഭൂലിംഗവും കണ്ടുപിടിക്കാനായില്ലെന്നും നിരാശനായ രാജാവ് കോവിൽ നിർമ്മിച്ച് കാശിയിൽ നിന്ന് വിശ്വനാഥലിംഗം കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും ചെയ്തത്രേ. കുംഭാഭിഷേകം കഴിഞ്ഞ ശേഷം രാജാവിന്റെ മുന്നിൽ ഇരുളനും സ്വയംഭൂ ശിവലിംഗവും പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് ഈ സ്വയംഭൂ ശിവലിംഗം കൂടി കരുവറയിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. വേറൊരു ഐതിഹ്യം, ശിവഭഗവാനെ മാത്രമേ പൂജിക്കൂ എന്ന വാശിക്കാരനായിരുന്നു ഭൃംഗിമുനി. ഒരു നാൾ അദ്ദേഹം കൈലാസത്തിലെത്തി ശിവഭഗവാനെ മാത്രം പൂജിച്ചപ്പോൾ പാർവതി ദേവി തന്റെ അംശമായ ശക്തിയെ ഉപയോഗിച്ച് മുനിയുടെ മജ്ജയും മാംസവും എടുത്തു. അസ്ഥികൂടമായ മുനി എന്നിട്ടും ആടി ശിവഭഗവാനെ മാത്രം പ്രദക്ഷിണം വെച്ചു. തന്റെ ഭക്തനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് കണ്ട് ഭഗവാൻ മുനിക്ക് 3ാമതൊരു കാൽ കൂടി കൊടുത്തു. ഭഗവാന്റെ ഈ പ്രവൃത്തിയിൽ കോപിഷ്ഠയായ പാർവതി ദേവി ഭഗവാന്റെ തിരുശരീരത്തിൽ തനിക്കും ഇടം വേണമെന്ന് അഭ്യർത്ഥിച്ച് കൈലാസം വിട്ടിറങ്ങി കാഞ്ചീപുരത്തെത്തി കമ്പൈ നദിക്കരയിൽ തപസ് ചെയ്ത് കാമാക്ഷിയായി. 32 ധർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച ദേവി ഈ പ്രദേശത്തെത്തിയപ്പോൾ മിന്നിത്തിളങ്ങുന്ന കനകഗിരി കണ്ട് അവിടെ ഒരു കാശി വിശ്വനാഥ ലിംഗം പ്രതിഷ്ഠിച്ച് അടിവാരത്തിലിരുന്ന് 48 നാൾ കൊടും തപസ്സിലേർപ്പെട്ടു. ദേവിയുടെ തപശക്തിയുടെ ആഴം മനസ്സിലാക്കാനായി ഭഗവാൻ സ്വയംഭൂ ശിവലിംഗമായി അവിടെ അവതരിച്ചു. ദേവി ഭഗവാന്റെ പാതിഭാഗമായത് തിരുവണ്ണാമലയിലാണെങ്കിലും ദേവി തപസിരുന്ന സ്ഥലമാണ് പുരാണങ്ങളിൽ ദേവക്കാപുരം എന്നറിയപ്പെടുന്ന ദേവികാപുരം. ദേവി ഉമ പ്രതിഷ്ഠിച്ചതാണ് ക്ഷേത്ര കരുവറയിലെ കാശി വിശ്വനാഥ ലിംഗം എന്നൊരു ഐതിഹ്യവും നിലവിലുണ്ട്. മധുര ഭരിച്ചിരുന്ന കംസ മഹാരാജാവിന്റെ സഹോദരി ദേവകി ഇവിടെ ശിവഭഗവാനെ പൂജിച്ചാണ് ശ്രീകൃഷ്ണാവതാരം നടന്നത് എന്ന ഐതിഹ്യത്തിനാൽ ഇവിടം ദേവികാപുരം എന്നറിയപ്പെട്ടു എന്നും പറയുന്നു. ഐതിഹ്യത്തെ സാധൂകരിക്കുന്ന രീതിയിൽ മലക്കോവിലിൽ ദേവിയില്ലാത്തതിനാൽ ഈ ക്ഷേത്രത്തിൽ പ്രദോഷ പൂജയില്ല. പങ്കുനി ഉത്രത്തിനാണ് ദേവി ഭഗവാനോട് ചേർന്നത് എന്ന ഐതിഹ്യത്താൽ ഈ ഉത്സവത്തിന് ദേവിയുടെ കരം പിടിക്കാനായി ഭഗവാൻ മലയിൽ നിന്ന് കീഴെയുള്ള പെരിയനായികിയമ്മൻ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു. പെരിയനായികിയമ്മൻ ക്ഷേത്രത്തിന്റെ പിൻവശത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായാണ് കനകഗിരിമല. ഭക്തർ അമ്മൻ ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷം ഇവിടെ എത്തുന്നതാണ് ഉത്തമം. 5000 വർഷത്തോളം പഴക്കമുള്ളതാണ് പൊന്മലൈനാഥർ തിരുക്കോവിൽ. സ്വയംഭൂവായി എത്രയോ വർഷം പൂജിക്കപ്പെട്ട ശിവലിംഗത്തിന് ആദ്യമായി കോവിൽ നിർമ്മിച്ചത് ചോഴ രാജാക്കന്മാരാണെന്നും പിന്നീട് വിജയനഗര സാമ്രാജ്യ അധിപതികൾ ക്ഷേത്രത്തിന് തിരുപ്പണികൾ ചെയ്തു എന്നുമാണ് പറയുന്നത്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നിടത്തായി വലിയൊരു വാതിലും ക്ഷേത്ര വിവരങ്ങളുള്ള ബോർഡും കാണാം. ക്ഷേത്രത്തിലേക്കുള്ള പടികൾ തുടങ്ങുന്നിടത്ത് സ്വർണ്ണാകർഷണ ഭൈരവർ ആലയം, പടികൾക്കരികിലായി ധർമ്മശാസ്ത്ര ആലയം,
അന്നദാന മണ്ഡപം, അഘോര വീരഭദ്ര വിനായകർ എന്നിവർക്കായി ക്ഷേത്രങ്ങൾ. വടക്കുള്ള ഒരു പാറയിൽ പൊന്മലനാഥരെ നോക്കി കടും തപം ചെയ്ത അമ്പാളുടെ പാദങ്ങൾ ഭക്തർക്ക് ദർശിക്കാം. ഇടയ്ക്ക് ഒരു മൺപാത പോകുന്നിടത്ത് ഒരു ഉടഞ്ഞ നന്ദിശിലയും ചെറിയൊരു ശിവലിംഗവും. ഒരു സിദ്ധരുടെ ജീവസമാധിയാണിതെന്നാണ് ഗ്രാമവാസികൾക്കിടയിലുള്ള സംസാരം. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ കൊടിമരം, ബലിപീഠം, നന്ദി ഭഗവാൻ, ശില്പചാതുര്യമുള്ള 36 തൂണുകളുള്ള ഒരു മണ്ഡപം, കിഴക്ക് പടിഞ്ഞാറ് 185 അടി നീളവും തെക്ക് വടക്ക് 75 അടി അകലവുമുള്ള പെരിയനായികമ്മൻ സമേത പൊന്മലനാഥർ തിരുക്കോവിൽ കിപി 10-ാം നൂറ്റാണ്ടിൽ പുനർനിർമ്മാണം ചെയ്തതായിരിക്കാമെന്നാണ് അനുമാനം. പ്രസിദ്ധിപ്പെട്ട നവനാരി കുഞ്ചരം എന്ന 9 സ്ത്രീകളുടെ രൂപം ചേർന്ന് ആന പോലെ തോന്നിക്കുന്ന ശില്പമുള്ളത് ഈ ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിന്റെ പുറത്തെ ചുമരുകളിൽ പന്നിയുടെ ചിത്രമുണ്ട്. മുഗളരുടെ പടയെടുപ്പ് കാലത്ത് കോവിൽ ഇടിക്കാതെയിരിക്കാൻ ഒരുപക്ഷെ നിർമ്മിച്ചതായിരിക്കാം എന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. ക്ഷേത്രത്തിൽ പ്രത്യേകം ധ്യാന മണ്ഡപവുമുണ്ട്. മലമുകളിലിരുന്ന് മന്ത്രം ജപിച്ചാൽ ഫലം ഇരട്ടി എന്നതാണ് പുരാണതത്വം. ക്ഷേത്രത്തിന്റെ പ്രധാന കരുവറയിൽ ദ്വാരപാലകർ കാവൽ നിൽക്കെ ശ്രീപരമേശ്വരൻ പൊന്മലനാഥർ എന്ന നാമത്തിൽ ചെറിയ സ്വയംഭൂ ശിവലിംഗമായി അനുഗ്രഹം ചൊരിയുന്നു. പിന്നിൽ കുറച്ചു വലിയ കാശി വിശ്വനാഥലിംഗം. പൊന്മലനാഥർക്കാണ് ചൂടുവെള്ളത്തിൽ ദിനവും അഭിഷേകം നടത്തുന്നത്. ഈ തീർത്ഥം ഭക്തർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു സർവ്വരോഗ നിവാരണിയാണെന്ന് ശാസ്ത്രരീതിയാലും ഗവേഷകരാൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ക്ഷേത്ര അധികാരികളുടെ ഭാഷ്യം. ക്യാൻസർ രോഗം പോലും മാറാൻ ഈ തീർത്ഥം സഹായിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ 2 മണിക്കൂർ മാത്രം തുറക്കുന്ന ഈ ക്ഷേത്രത്തിൽ ദിനവും നടക്കുന്ന അഭിഷേകം കാണാൻ ഭക്തജനങ്ങളുടെ തിരക്കുണ്ട്. ഭഗവാനെ ദർശിച്ച് പ്രാർത്ഥിച്ചാൽ രോഗനിവാരണം, ദോഷനിവൃത്തി, മനസമാധാനം എന്നിവയാണ് ഫലം. ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ ദക്ഷിണാമൂർത്തി, വിനായകർ, ശ്രീമുരുകൻ, സപ്തമാതാക്കൾ, ചണ്ഡികേശ്വരർ, ഗജലക്ഷ്മി എന്നിങ്ങനെയുള്ള കുറച്ച് ഉപപ്രതിഷ്ഠകൾ മാത്രമാണുള്ളത്. ക്ഷേത്രവൃക്ഷം വില്വം, ക്ഷേത്രതീർത്ഥം ശിവതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള ഒരു കാല പൂജയാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പങ്കുനി ഉത്രം, കാർത്തിക മാസത്തിൽ പഞ്ചമിയിൽ കൊടിയേറ്റ്, ചിത്രമാസത്തിൽ നടരാജർ അഭിഷേകം, നവരാത്രി, ഐപ്പശി അന്നാഭിഷേകം, കാർത്തിക ദീപം, മഹാശിവരാത്രി, ചിത്രാപൂർണിമ ഗിരിവലം, ദീപാവലി, മകരസംക്രാന്തി, തമിഴ് ആംഗല പുതുവർഷ ദിനങ്ങൾ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. പൂജാസമയം തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, മറ്റു ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ 10:30 വരെ. മാർഗഴി മാസം രാവിലെ 6 മണി മുതൽ 7:30 വരെ. പെരിയനായികി അമ്മൻ കോവിൽ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയും തുറന്നിരിക്കും. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുവണ്ണാമലയിൽ നിന്ന് 50 കിലോമീറ്റർ, പോളൂരിൽ നിന്ന് 15 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പോളൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.